മെഡി പ്രിസിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സഞ്ജന വി. നമുക്കിന്ന് റംബുട്ടാൻ അഥവാ റംബൂട്ടാൻ ഈ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. കാരണം വൈറ്റമിൻ സി കോണ്ടന്റ് തന്നെയാണ്. റംബൂട്ടാനിൽ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനും സ്കിൻ ഹെൽത്തിനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യും. പിന്നെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ഫൈബറുണ്ട്. കാലറീസും പ്രോട്ടീനും ഒക്കെ ഉണ്ട്. അത് കൂടാതെ ഫൈബറും ഉണ്ട്. അപ്പോൾ ഫൈബർ ഡൈജസ്റ്റീവ് ഹെൽത്ത്, ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുവാൻ സഹായിക്കും. നമ്മുടെ ദഹനത്തിനും അതുപോലെ തന്നെ ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ആരോഗ്യത്തിനും ഫൈബർ സഹായിക്കും. വെയിറ്റ് ലോസിന് ഫൈബർ സഹായിക്കും. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ ഫൈബർ സഹായിക്കും. അതുപോലെ നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഇതിൽ ഫൈബർ സഹായിക്കും. റംബൂട്ടാൻ ഒരു കപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൾപ്പ് മാത്രമാണ് നമ്മൾ കഴിക്കുക. ആ പൾപ്പിൽ ഒരുപാട് മിനറൽസും ഉണ്ട്. കാൽഷ്യം, മാംഗനീസ്, കോപ്പർ, ചില വൈറ്റമിൻസ്, റിബോഫ്ലാവിൻ, വൈറ്റമിൻ സി കൂടാതെ നയാസിനും റൈബോഫ്ലാവിനും തയമീനും ഇതിലുണ്ട്. അപ്പോൾ ഇവയെല്ലാം നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ആരോഗ്യത്തിനും കൂടെ നല്ലതാണ്. പിന്നെ വൈറ്റമിൻ സി സ്കിൻ ഹെൽത്തിന്, കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നതിന് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. റംബൂട്ടാനിലുള്ള വൈറ്റമിൻ സിയുടെ എമൗണ്ട് നമ്മുടെ ഡെയിലി റിക്വയർമെൻറ്റ് ഓഫ് വൈറ്റമിൻ സിയുടെ, അതായത് ഒരു ദിവസം നമുക്ക് എത്ര വൈറ്റമിൻ സി വേണോ ഏകദേശം അതിൻ്റെ അടുത്തെത്തും. അപ്പോൾ അതുകൊണ്ട് റംബൂട്ടാൻ നിങ്ങൾക്ക് സീസണലായി കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക. പിന്നെ റംബൂട്ടാൻ എങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ പൾപ്പ് ഉപയോഗിക്കുന്നത് മാത്രമാണ് നല്ലത്. മറ്റുള്ള വസ്തുക്കളിൽ വൈറ്റമിൻ കണ്ടൻറ്റ്, ന്യൂട്രീഷണൽ കണ്ടൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് മനുഷ്യർക്ക് എഡിബിൾ അല്ല. ടോക്സിക് ആയ ചില സബ്സ്റ്റൻസസും അതിലുണ്ട്. അതുപോലെ സീഡ് കഴിക്കരുത്, അതിൻ്റെ പുറമേയുള്ള തൊലിയും കഴിക്കരുത്. ഉള്ള പൾപ്പ് മാത്രമേ നമുക്ക് എഡിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ റംബൂട്ടാൻ നിങ്ങൾക്ക് സീസണലായിട്ട് കഴിയാൻ നന്നായി വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കുക. കാരണം ഫ്രൂട്ട് ബാറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് വൃത്തിയാക്കിയതിന് ശേഷം, കൈകളും വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉള്ളിലെ പൾപ്പ് കഴിക്കാം. കീപ്പ് ഓൺ വാച്ചിങ് മെഡി പ്രിസിഷൻ.